രാജ്യത്തെ നടുക്കിയ കൂനൂർ ഹെലികോപ്റ്റർ അപകടം ഇന്ത്യയുടെ ആദ്യ സംയുക്ത സൈനിക മേധാവിയുടെ ജീവനെടുത്തപ്പോൾ നഷ്ടപ്പെട്ടത് ഓരോ ശ്വാസത്തിലും രാജ്യത്തിനു വേണ്ടി പോരാടിയ ധീരനായ പടത്തലവൻ ജനറൽ ബിപിൻ റാവത്തിന്റെ വിയോഗത്തിൽ നടുങ്ങിയിരിക്കുകയാണ് രാജ്യം. പാക് അധീന കാശ്മീരിലടക്കം രാജ്യം കണ്ട ഏറ്റവും പ്രധാന സൈനിക ഓപ്പറേഷനുകൾക്കെല്ലാം ചുക്കാൻ പിടിച്ച സേനകളുടെ തലവനായിരുന്നു ബിപിൻ റാവത്ത്. അവസാന ശ്വാസത്തിലും രാജ്യത്തെ സേവിച്ച് രാജ്യത്തിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങിയാണ് സേനാനായകന്റെ മടക്കയാത്ര. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ധീരമുഖമായിരുന്നു ജനറൽ ബിപിൻ റാവത്ത്. 1978 ഡിസംബർ 16 ഗൂർഖ റൈഫിൾസിൽ സെക്കൻഡ് ലഫ്റ്റനന്റായി തുടക്കം. കരസേനയിൽ ലഫ് ജനറലായിരുന്ന അച്ഛൻ ലക്ഷ്മണ സിംഗിന്റെ അതേ യൂണിറ്റിൽ നിന്ന് തന്നെയായിരുന്നു റാവത്തിൻ്റെയും ആദ്യ നിയോഗം. ഒരു വർഷത്തിന് ശേഷം ലഫ്റ്റനന്റ് സ്ഥാനത്തേക്ക് ഉയർച്ച. ഉയരമുള്ള യുദ്ധമുഖത്ത് പ്രത്യേക പരിശീലനം നേടിയ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു റാവത്ത്. 10 വർഷം ജമ്മു കാശ്മീരിലെ ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ സൈന്യത്തെ നയിച്ചു. 2014 ജൂൺ 1 ലഫ്റ്റനന്റ് ജനറലായി ജമ്മു കാശ്മീരിലെ നിർണായക സൈനിക നീക്കങ്ങൾ നടന്ന 2 വർഷം അദ്ദേഹമായിരുന്നു കരസേനാ മേധാവി. ജമ്മു കാശ്മീരിലെ 370 അനുച്ഛേദം റദ്ദാക്കിയ ശേഷം ഭീകരവാദത്തെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ ശക്തമാക്കാൻ ജനറൽ റാവത്ത് നേതൃത്വം നൽകി. ഗൽവാൻ താഴ്വരയിലെ ചൈനയുടെ പ്രകോപനത്തെ ധീരമായി നേരിടാനും സൈന്യത്തെ പ്രാപ്തമാക്കി. പരംവിശിഷ്ട സേവാ മെഡൽ ഉൾപ്പെടെ നിരവധി സൈനിക പുരസ്കാരങ്ങൾ റാവത്തിനെ തേടിയെത്തി. ഇന്ത്യൻ സൈന്യത്തിൽ വലിയ പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്ന സമയത്തു കൂടിയാണ് റാവത്തിന്റെ വിയോഗം. ഉത്തരാഖണ്ഡിലെ പൗഡിൽ 1948 മാർച്ച് 16 ബിപിൻ റാവത്തിന്റെ ജനനം. ഡെറാഡൂണിന്റെ കാബ്രിയാൻ ഹാൾ സ്കൂളിലും ഷിംലയിലെ സെന്റ് എഡ്വേർഡ് സ്കൂളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം. വെല്ലിംഗ്ടൺ ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ്, നാഷണൽ ഡിഫൻസ് അക്കാദമി, ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, അമേരിക്കയിലെ ആർമി സ്റ്റാഫ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ഉന്നത സൈനിക വിദ്യാഭ്യാസം. മികച്ച പ്രകടനത്തിനുള്ള ബഹുമതി നേടിയാണ് സൈനിക വിദ്യാഭ്യാസത്തിന് ശേഷം രാജ്യത്തിന്റെ കാവൽക്കാരനിലേക്കുള്ള യാത്ര. പ്രതിരോധ വിഭാഗത്തിൽ എംഫിലും ഫിലോസഫിയിൽ ഡോക്ടറേറ്റും നേടി ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള അപൂർവം സേനാ തലവന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു റാവത്ത്. ബിരുദം നേടി വെല്ലിംഗ്ടൺ കോളേജിലേക്കുള്ള യാത്രാമധ്യേ അന്ത്യം സംഭവിച്ചു എന്നത് യാദൃച്ഛികമായി. ഒപ്പം ഭാര്യ മാധുലിക റാവത്തിൻ്റെയും ദാരുണാന്ത്യം. പട്ടാളത്തിൻ്റെ ചട്ടക്കൂടുകൾക്കപ്പുറത്ത് പലപ്പോഴും പ്രോട്ടോകോൾ മറികടന്ന് ഒരു സാധാരണക്കാരനായും ബിപിൻ റാവത്ത് മാറുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാർക്കശ്യത്തോടെ നീങ്ങുമ്പോഴും ഒപ്പമുള്ള ഓരോ പട്ടാളക്കാരനിലും വിശ്വാസമർപ്പിക്കാനും ആത്മധൈര്യം പകർന്നു നൽകാനും ശ്രമിച്ച രാജ്യം കണ്ട ഏറ്റവും മികച്ച ഒരു കാവൽക്കാരനായാണ് ബിപിൻ റാവത്ത്. ആ കാവൽക്കാരനെയാണ് രാജ്യത്തിന് നഷ്ടമായിരിക്കുന്നത്. 4 ദശകം നീണ്ട സൈനിക സേവനത്തിനിടെ ബ്രിഗേഡിയർ കമാൻഡർ, ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ്, സത്യേൻ കമാൻഡ്, മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റിലെ ജനറൽ സ്റ്റാഫ് ഓഫീസർ ഗ്രേഡ് 2, കേണൽ, മിലിറ്ററി സെക്രട്ടറി, ഡെപ്യൂട്ടി മിലിറ്ററി സെക്രട്ടറി, ജൂനിയർ കമാൻഡ് വിങ്ങിലെ സീനിയർ ഇൻസ്ട്രക്ടർ എന്നീ ചുമതലകൾ വഹിച്ചു. UN സമാധാന സേനയുടെ ഭാഗമായി
കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലും ബിപിൻ റാവത്ത് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷനുകളിൽ വിദഗ്ധനായിരുന്നു ജനറൽ ബിപിൻ റാവത്ത്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിഘടനവാദികളെ അമർച്ച ചെയ്യുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2015 മ്യാൻമർ അതിർത്തി കടന്ന് നടത്തിയ പ്രത്യേക ദൗത്യത്തിൽ NSCN-A വിഭാഗത്തിൻ്റെ ക്യാമ്പുകൾ ഇന്ത്യൻ സൈന്യം തകർത്തിരുന്നു. 3 കോർപ്സ് ആയിരുന്നു ഇതിന് പിന്നിൽ. ജനറൽ റാവത്താണ് ദൗത്യത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. സേനയിലെ സംഭാവനകൾക്ക് പരമവിശിഷ്ട സേവാ മെഡലും ഉത്തം യുദ്ധ സേവാ മെഡലും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. സംയുക്ത സേനാ മേധാവി എന്ന പദവി സൃഷ്ടിച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കാണാൻ കേന്ദ്ര സർക്കാരിനാകുമായിരുന്നില്ല. 4 സ്റ്റാർ ജനറൽ പദവിയിലാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി ബിപിൻ റാവത്തിനെ നിയമിച്ചത്. 3 വർഷം കാലാവധിയിൽ 65 വയസ്സുവരെ സ്ഥാനത്ത് തുടരുമെന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. സൂപ്പർ അനേഷൻ കാലാവധി അടക്കം ഒരു വ്യക്തിക്ക് 62 വയസ്സുവരെ മാത്രമേ സൈനിക സേവനത്തിൽ തുടരാനാവൂ എന്ന ചട്ടം ഭേദഗതി ചെയ്താണ് ബിപിൻ റാവത്തിന് 65 വയസ്സുവരെ തുടരാൻ കേന്ദ്ര സർക്കാർ അവസരമൊരുക്കിയത്. ഇതിനു മുമ്പ് നാഗാലാൻഡിലെ ദിമാപൂരിൽ ലഫ്റ്റനന്റ് ജനറൽ ആയിരിക്കെ നടന്ന ചോപ്പർ അപകടത്തിൽ നിന്ന് റാവത്ത് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. അന്ന് അദ്ദേഹം നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയാണുണ്ടായത്. ടേക്ക് ഓഫ് ചെയ്ത് 20 മീറ്റർ മാത്രം ഉയരത്തിൽ വെച്ചായിരുന്നു അപകടം എന്നതാണ് അന്ന് അദ്ദേഹത്തിന് തുണയായത്. ഡിസംബർ മാസത്തിന് ബിപിൻ റാവത്തിന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. 2019 ഡിസംബർ 31 കരസേനാ മേധാവി സ്ഥാനം ഒഴിഞ്ഞ് ജനറൽ ബിപിൻ റാവത്ത് ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവിയായത്. ജനറൽ ബൽബീർ സിംഗ് സുഹാഗിന്റെ പിൻഗാമിയായി ഇന്ത്യയുടെ കരസേനാ മേധാവി സ്ഥാനത്തേക്ക് ബിപിൻ റാവത്ത് എത്തിയതും ഒരു ഡിസംബറിലാണ്. 2016 ഡിസംബർ 31. 1978 11 ഗൂർഖ റൈഫിൾസിന്റെ 5ാം ബറ്റാലിയന്റെ ഭാഗമായി ബിപിൻ റാവത്ത് സൈനിക സേവനം തുടങ്ങിയതും ഡിസംബർ മാസത്തിലായിരുന്നു. ഒടുവിൽ ഒരു ഡിസംബറിൽ തന്നെ വിയോഗവും